ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ നാളികേരം വറുത്തരച്ചൊരു കറിയാണ് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അര ബൗൾ നാളികേരം എടുക്കണുള്ളൂ കേട്ടോ. കുറച്ച് മതി നാളികേരം. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു ചിക്കൻ കറി നമുക്ക് ചപ്പാത്തി, വെള്ളയപ്പം, പൂരി, അങ്ങനെ നൂലപ്പം, അങ്ങനെയുള്ള എല്ലാ പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അത് ബിരിയാണിയുടെ കൂടെ കഴിക്കാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മൾ ഈ നാളികേരം ഒന്ന് നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മസാല ഇതിലേക്ക് ഇടണം. നാളികേരം ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് മസാല പെരിഞ്ചീരകം ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. തക്കോലം, പട്ട, നമുക്കിതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒരുവിധം കളർ ഇങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ. നാളികേരം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് 2 വലിയ ടീസ്പൂൺ മുളക് പൊടിയും 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ഉണ്ട് കേട്ടോ. അത് നമുക്കിതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് ഇത് ഇരുന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. നാളികേരം വറുത്തത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതൊരു ജാറിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അരയ്ക്കാം. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറച്ചിയിലൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് ഇറച്ചിയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സബോള ചെറുത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആയവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറ് മാറട്ടെ കേട്ടോ. സബോള ഒന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 2 പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും കൂടെ കളറ് മാറുമ്പോൾ നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു തക്കാളി, ഇത്രയും വെളുത്തുള്ളി, ഇഞ്ചി, ഇങ്ങനത്തെ ഒരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെളുത്തുള്ളി, ഇത് 3 കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കാം. ഇത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ സബോള ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലേക്ക് ഒരു പച്ചമണം മാറണ വരെ
നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇറച്ചിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇറച്ചിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ഇരിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ കറുകപ്പട്ടര ഇലയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സർവ്വസുഗന്ധിയാണ്, അതിൻ്റെ ഇലയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണമായിരിക്കും ഇറച്ചിക്ക്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല മണമുണ്ട് കേട്ടോ അതിന്. നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളച്ചൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ഇനി ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ചാറ് നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ വെള്ളപ്പത്തിനൊക്കെ ഇട്ട് എടുക്കാം. അതിന് ഇത്തിരി ചാറ് കുറയ്ക്കണമെങ്കിൽ ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇത്തിരി കുറച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.